ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, കൂവടയിലയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആട്ടപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. ആട്ടയുടെ അട കഴിക്കാൻ പോകില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ അതിലേക്ക് ആട്ടപ്പൊടി അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്നും കൂടി ലൂസ് കൺസിസ്റ്റൻസി വേണം. ആ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൈകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പരുവം നമുക്ക് വേണ്ട കേട്ടോ, മാവായിട്ട് ഈ പരുവത്തിൽ വേണം. അത് കഴിഞ്ഞിട്ട് തേങ്ങ അവിടെ സെറ്റാക്കുന്നുണ്ട്. തേങ്ങ ശർക്കര കൂടെയുള്ള ഫില്ലിങ്ങാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൂവടയിലയിൽ നമുക്ക് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കൂവടയിലയിൽ അമ്മാട ഉണ്ടാക്കി തരും. അത് വേറൊരു എന്താ പറയുക, വേറൊരു ഫീലാണ്. മറ്റേ വാഴയിലയിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ കൂവടയിലയിൽ കൂടുതൽ ഉണ്ടാക്കുക. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു നൊസ്റ്റയിലാണ് ഇപ്പോൾ അത് ഉണ്ടാക്കാൻ പോകണം. ഞാൻ എല്ലാം പരത്തിയിട്ട് നമ്മളതിലേക്ക് തേങ്ങ ശർക്കരയും കൂടെയുള്ള ഫില്ലിങ് വെച്ചിട്ട് മടക്കുകയാണ്. അങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യുക. എനിക്ക് ചുട്ടെടുക്കണം ഇഷ്ടം. അങ്ങനെ ഓരോന്നോരായി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനനുസരിച്ചിട്ട് അവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് എല്ലായിടം തന്നെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കൂ കേട്ടോ. ഓക്കെ, ബൈ.